പിങ്കു എന്തിനാ നീ മുഖം ഇങ്ങനെ വെച്ചേക്കണേ? എന്റെ മുഖം എങ്ങനെ ഇരുന്നാലും അപ്പച്ചക്ക് എന്ത്? എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. നിന്റെ മുഖം ഇങ്ങനെ ആയി പോവും ഇങ്ങനെ വെച്ച്. അത് കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. എന്തിനാ തർക്കുത്തരം പറയണ നീ? എന്താ പച്ചി ഞാൻ മര്യാദക്കല്ലേ സംസാരിക്കണേ? നിന്റെ പ്രശ്നം എന്താണ്? എനിക്കൊരു പ്രശ്നമില്ല. കണ്ടാലും പറയാം. നിന്റെ മോന്തണ്ടല്ലോ തണ്ട ഇത്രയുണ്ട്. അത് കുഴപ്പമില്ല, സഹി. ഒരു കാര്യം പറഞ്ഞു തോലേക്ക് എന്തോന്നാണ് പറയൂല. ഹലോ അമ്മ. അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചേ? അമ്മ അമ്പലത്തിൽ പോയപ്പോ എന്നെ കൂടെ വിളിക്കാത്തത്? ഓ പിന്നെ ഞാൻ വിളിച്ചപ്പോ നീ ഉടനെ ചാടി എണിച്ച് വരും. വിളിച്ചിരുന്നെങ്കിൽ വന്നേനാ ഞാൻ. ആര്? ഞാൻ എത്ര പ്രാവശ്യം അമ്പലത്തിൽ പോകുമ്പോ നിന്നെ വിളിച്ചിട്ടുണ്ട്? ഒരിക്കലെങ്ങനെ നീ വന്നിട്ടുണ്ടോ? എന്റെ പൊന്നു പിങ്കി, നീ എന്തിനിങ്ങനെ അഭിനയിക്കണേ? അവൾക്ക് പെട്ടെന്നൊരു ഭക്തി ഭയങ്കര. നീ അഥവാ ഞാൻ വിളിച്ചാൽ തന്നെ നീ വരുമോ? ഇത്രയും നേരത്തെ അല്ലേ? എന്താ എനിക്ക് ഉറക്കണിക്കാൻ മടിയല്ലേ? രണ്ടുപേരും കൂടെ പറഞ്ഞു പറയാൻ കാട് കയറി പോവാണ്. അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ പാഴാക്കൂലല്ലോ. എന്നോട് ആര് കുറ്റപ്പെടുത്തി? ഹോസ്റ്റലിൽ പോണേയാണ് നല്ലത്, എനിക്ക് മനസ്സിലായി. ഞാൻ ഹോസ്റ്റലിൽ പോണേ, എന്നെ ഒന്ന് കൊണ്ടാക്കിയേക്ക് അവിടെ. ഹോസ്റ്റലല്ല? ഓ എന്തോന്ന്? അതാകുമ്പോ വല്ല അവധി ദിവസം വന്നാൽ മതിയല്ല. അതാ നിങ്ങക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വരണമില്ല. എന്ത് പറയുന്നു? കുറച്ച് നേരമായി തുടങ്ങിയിട്ടാ ചൊറി വർത്താനം പിങ്കി. അപ്പൊ ഞാൻ ചൊറിഞ്ഞായി കൊച്ചു. ഇത്രയൊക്കെ പറയാൻ ഇവിടെ എന്ത് സംഭവിച്ചു? ഞാൻ പോണം. എനിക്കറിഞ്ഞൂടാ. ഞാൻ പോണം. ചേച്ചികൾ അവക്ക് വട്ട്. അതെ, നമുക്ക് പിന്നെ ചോദിക്കാം. ഇപ്പൊ ചോദിക്കണം. അല്ല കുഞ്ഞളിയോ, ഒറ്റക്കിരുന്ന് വീഡിയോ ഒക്കെ കണ്ട് രസിച്ചോണ്ടിരിക്കുകയല്ലേ? ഞാൻ അണ്ണനെ കണ്ടില്ല. വാണ നോക്കണ അണ്ണ ഇത് കീഴിലെ പറ്റി. പണിയൊന്നുമില്ലേ ചോദിക്കാൻ? വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദി. അവന് വേറെ പണി? കുഞ്ഞളിയോ, ഓ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? എനിക്കണ്ണ ഞാൻ കാപ്പിയെ കുടിച്ചണ്ണ, ചായ കുടിച്ച്. ഇനിയിപ്പോ വേറെ പണിയൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കണം. ഉറങ്ങി എണീറ്റ് വേണം ഇനി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കും. അല്ല കുഞ്ഞളിയാ, ഇങ്ങനെ ജീവിതകാലം മൊത്തം ഉണ്ടു ഉറങ്ങി അങ്ങ് കഴിഞ്ഞാ മതിയോ? പിന്നെ അല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ജീവിതത്തിന്റെ. അല്ല വേറെ വേറെ ഓ അത് ഒരു വർഷം കൂടെ കഴിഞ്ഞ് മതി എന്നാണ് ചിന്നു പറഞ്ഞത്. എന്തോന്ന്? കുഞ്ഞിക്കാരി അവളുടെ ഓരോ കാര്യങ്ങൾ. അല്ല എന്റെ കുഞ്ഞളിയാ, നിനക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. അതിനിടെ കൊച്ചൂടെ പറന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അന്റെ കാര്യങ്ങൾ ആര് നോക്കും? എന്റെ പൊന്നണ്ണ, അവള് ഇപ്പൊ PSC എഴുതി, അവളിപ്പോ അത് ക്രാക്കി. പിന്നെ ഇപ്പൊ പോസ്റ്റിംഗ് ആയി. പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞൊക്കെ ആവുമ്പോഴേ അവർക്ക് സർക്കാർ ലീവ് കൊടുക്കൂലേ? അത് തന്നെ. അതുപോലെ മാത്രമല്ല, 6 മാസം കഴിഞ്ഞ് അവർക്ക് തിരിച്ച് ജോയിൻ ചെയ്യണം കൊച്ചു ജനിച്ചിട്ട്. അത് വേണ്ടേ? പിന്നെ ഇപ്പൊ ഈ കൊച്ചിന്റെ കാര്യം നോക്കും. നമ്മളെ കൊച്ചു പിള്ളേരെ മെന്റൽ ഗ്രോത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരാൾ എപ്പോഴും കൂടെ വേണം. അവരൊരു ഉത്തരവാദിത്തത്തിൽ എത്തണവരെ നമ്മൾ അങ്ങനെ വെറുതെ നമുക്ക് അങ്ങനെ കൈവഴിയാൻ പറ്റില്ലല്ലോ. ഒരു കുഞ്ഞു നാളത്തെ തലമുറയാണ്. അതങ്ങനെ കളിച്ച് കളയാൻ പറ്റില്ല. അത് വളരെ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മെന്റൽ ഹെൽത്ത് അതാണ് ഇമ്പോർട്ടന്റ്. പറഞ്ഞിട്ട് പോയണ്ട? അയ്യോ, എന്താ മാമ? എന്താ മാമ? അവൻ പറഞ്ഞിട്ട് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം സത്യം പറയാൻ ഞാനേ അവനൊരു മണവുണാഞ്ചനാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവന് പല കാര്യങ്ങളും നമ്മളെക്കാട്ടി അറിയാം. അവന് ഭാവിയെ കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. പറഞ്ഞ കേട്ടോ, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഭാര്യ ജോലിക്ക് പോയാലും ഭർത്താവ് വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്ത്. മാമൻ ഇതുവല്ലോ അറിയാവോ? അവനാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹി. നമ്മൾ എന്തിനു വന്നത്? എന്തിനാ വന്നേ? അവനെ ഉപദേശിക്കാൻ വേണ്ടി വന്നതന്നെ ആണല്ലോ. അവന്റെ ഉപദേശം കേട്ടോണ്ട് നമ്മൾ പോണോ? അല്ല, ഉപദേശം നടന്നില്ലല്ലേ? നിന്റെ ഞാൻ പറഞ്ഞില്ലേ ചോദിക്കാൻ. മാമൻ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ വീണ്ടും ഉപദേശിക്കാം. അടുത്ത വർഷം ഉപദേശിക്കാം. ഞാൻ പോണു. സത്യം പറഞ്ഞ അവൻ ഇവിടെങ്കിലും ജനിക്കേണ്ടവനല്ല.
അവന്റെ ചിന്താഗതിയുടെ ഒരു 100-1 പോലും എനിക്കില്ലാതായി പോകുന്നു. നീ തുണിയൊക്കെ ബാഗിനെത്തിട്ട് എവിടെ കൊണ്ടുപോകണത്? ഞാൻ പോണു. എവിടെ? ഹോസ്റ്റലിൽ. ഹോസ്റ്റലില്ല? ഓ, അതെന്ത്? ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ മനസ്സ് മടുത്ത് എനിക്ക് പഠിക്കാൻ പോലും പറ്റില്ല. ഞാൻ പോണം. ഈ ഹോസ്റ്റലിൽ ബന്ധപ്പെട്ടുള്ളവരാരും അറിയണ്ടേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ അപ്പൂൻ്റെ അടുത്തും കൂടെ പറയാണ് ഞാൻ ഹോസ്റ്റലിൽ പോയി നിൽക്കാനേ. ആ ഓ നീ ഇങ്ങോട്ട് നോക്ക്. ഹോസ്റ്റലിലേക്ക് വെച്ച് നിന്നാണ്ടല്ലേ നേരെ നമ്മുടെ ആഹാരം കിട്ടൂല. ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സമാധാനം കിട്ടുമല്ലോ അവിടെ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. മാറപ്പോ മാറ. ഈ പെണ്ണിന് എന്ത് പറ്റിയതെന്തോ? ആ വന്നല്ലോ. അമ്മ, എന്ത് വിശക്കുന്നോ? എനിക്ക് വിഷമമൊന്നുമില്ല. വിശക്കണില്ലേ? ഇല്ല. അതെന്ത് വിശക്കാത്ത? ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ നിങ്ങൾക്ക് വിശപ്പില്ലെന്ന് പറയണേ. ഇന്ന് കാക്ക മറന്ന് ഉറക്കും. എന്നോട് എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണല്ലേ അമ്മ? ആ? എന്നെ ഇവിടെ ആർക്കും വേണ്ട. ഞാൻ എന്ത് ചെയ്താലും കുറ്റം. നിങ്ങൾക്ക് ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം, അടിക്കാം, ഇടിക്കാം, തൊഴിക്കാം. എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ല. എനിക്ക് വിഷമിക്കേ ഇല്ല ഞാൻ. അല്ലേ? എന്തുപടി നിനക്ക് പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. എന്തോന്ന്? ഞാൻ ഹോസ്റ്റലിൽ പോണമ്മ. എനിക്ക് ഇവിടെ നിന്നിട്ട് പഠിത്തമൊന്നും ശരിയാവില്ല. എന്തോന്ന് വേണ്ട നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എനിക്ക് പഠിത്തം ശരിയാവില്ല. ഞാൻ പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ പോയി നിൽക്കണം അല്ലേ? ആ, അതായിരിക്കും നല്ലത്. വേറെ വല്ലതുണ്ടോ? വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. എന്താണ് നിനക്ക് പറ്റിയത്? നീ ഉണ്ടായിരുന്നു? ആ, ഉണ്ടായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഹോസ്റ്റലിൽ പോകണം. അല്ല നിന്നെ എന്താടി അവൾ അങ്ങനെ പറഞ്ഞു? എന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ട് പോണു. ഭയങ്കര സെന്റി ആണോ? അല്ല നേരത്തെ ഞാനുമായിട്ട് ഇതുപോലൊരു വർത്താനം ഉണ്ടായിരുന്നു. എന്തോന്ന്? എടി ഞാനും മാമനും കൂടി ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ പോയായിരുന്നു. തിരിച്ചു വരുന്ന വഴി അവൾ എന്നെ കണ്ട്. അവള് പറയാ അവളെ വിളിക്കാതെ പോയതിനകത്ത് അവൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഓ, അപ്പൊ അങ്ങനെ ഒരു വിഷയം അവിടെ കിടപ്പുണ്ടായിരുന്നല്ലേ? വേറൊരു വിഷയം ഉണ്ടായി. ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവളെ വിളിച്ചില്ലെന്നും പറഞ്ഞ് അതിനും സെന്റി അടിച്ചു. ഇപ്പൊ പറയാൻ വന്ന എന്തോന്നും അറിയോ? അവൾക്ക് ഇവിടെ വന്നിട്ട് പഠിത്തമൊന്നും ശരിയാവണില്ല, ഹോസ്റ്റലിൽ പോകണമെന്ന്. ഹോസ്റ്റലിൽ പോകാൻ? അതെന്തിനാ? അതിപ്പോ ഇവിടെ നടന്നു പോയാൽ പോലും 10 മിനിറ്റല്ലേ എടുക്കൂ. ഓ, പിന്നെ എന്തിനാ ഹോസ്റ്റലിൽ പോകുന്നത്? ഇത് അതൊന്നും അല്ല. അവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര ഫീലിങ്സ് ഒക്കെ. കുറെ നേരമായിട്ട് ഇങ്ങനെ തന്നെ സംസാരിക്കണേ. ആണോ? ഞാൻ ഏതായാലും അവിടെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എൻ്റെ അടുത്ത് അവള് ഇച്ചിരി കമ്പനിയാണ്, തുറന്ന് പറയും. പോയി സംസാരിച്ചു നോക്കട്ടെ. പിള്ളേരെ കൊണ്ട്